നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി, വിള ഇൻഷുറൻസ് പദ്ധതി, അതോടൊപ്പം തന്നെ കർഷക ID, അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID, ഇതോടൊപ്പം തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ KYC പുതുക്കൽ, കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പദ്ധതികൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളുടെ സംസ്ഥാനത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിള ഇൻഷുറൻസിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ ഒരു മാസം ഇപ്പോൾ സമയം നീട്ടി നൽകിയിട്ടുണ്ട്. അതായത് പോർട്ടൽ ആദ്യം തന്നെ ഓപ്പൺ ആയിരുന്നുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോഴും വീണ്ടും വിള ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവസരം നീട്ടിയിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ, അതായത് 50% വരെയൊക്കെ വ്യക്തിഗത സബ്സിഡി ഉൾപ്പെടെ ലഭിക്കുന്നു. കാർഷിക സംഘങ്ങളൊക്കെ ആണെങ്കിൽ 80% വരെയൊക്കെ. നമ്മുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ഉപകരണങ്ങൾ, അവയ്ക്കെല്ലാമാണ് സബ്സിഡി ലഭിക്കുക. അതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. ജൂലൈ മാസം 15-ാം തീയതി 11 മണിക്ക് പോർട്ടൽ ഓപ്പൺ ആകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ പോർട്ടൽ ഓപ്പൺ ആണോ, അതോടൊപ്പം തന്നെ അപേക്ഷയെ സംബന്ധിച്ച വിശദ വിവരങ്ങളെല്ലാം നമുക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കും. അതല്ല എങ്കിൽ കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാലും മതിയാകും. അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അംഗങ്ങൾക്ക് വാർഷിക പുതുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. KYC ഒന്നുകൂടി ചെയ്ത്, അതായത് ബയോമെട്രിക് അപ്ഡേഷൻ ഒന്നുകൂടി ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഫേസ് ഒതന്റിക്കേഷൻ ചെയ്തത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കാർഷിക ID, അതായത് കർഷകർക്ക് പ്രത്യേക ID ലഭിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട്. അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID, അഗ്രി സ്റ്റാക്കിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് കർഷക ID ജനറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും ഇനി മുടങ്ങാതെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ കർഷക ID മുഖാന്തരമായിരിക്കും ഇനി എല്ലാ സേവനങ്ങളും ലഭിക്കുക. അതുകൊണ്ട് തന്നെ കർഷകർ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയിൽ, അതായത് ഇപ്പോൾ VBG റാംജി എന്ന് പറയുന്ന സ്കീമാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസം 1-ാം തീയതി തന്നെ പദ്ധതി പ്രാബല്യത്തിൽ വന്നു. അതനുസരിച്ചുള്ള വേതന നിരക്കുകളാണ് നമ്മളുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത്. 401 രൂപ നിരക്കിലാണ് നമുക്ക് ദിവസവേതനം ക്രെഡിറ്റ് ആവുന്നത്. അതുമാത്രമല്ല, പുതുതായിട്ട് തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയും സാധിക്കുന്നതായിരിക്കും. നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് ഇത്തരം സ്കീമിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല. ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സ്കീമാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന് പറയുന്ന ഈ സ്കീം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ BPL റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ ഈ മാസം 17-ാം തീയതിയോടെ അവസാനിക്കുകയും ചെയ്യും. APL വിഭാഗത്തിലെ നീല, വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നവർക്കാണ് അപേക്ഷ വെക്കാൻ അവസരമുണ്ടായിരിക്കുന്നത്. അതായത് BPL കാർഡിന് വേണ്ടിയുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നും തന്നെ ഉൾപ്പെടാത്ത ഗുണഭോക്താക്കളായിരിക്കണം അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. നിലവിൽ ഇപ്പോൾ മാനദണ്ഡങ്ങളിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ ഉണ്ടായിരുന്ന ആ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പരിഷ്കരിക്കുമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പഴയ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള അപേക്ഷകളാണ് സ്വീകരിക്കുന്നത്. നീല, വെള്ള റേഷൻ കാർഡിലുള്ളവർ അറിയിപ്പ് ശ്രദ്ധിക്കുക. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.